നാം മനസ്സിലാക്കണം, നമ്മോടുള്ള അതീവമായ സ്നേഹത്തെ പ്രതി ഇതാ ഉഗാണ്ട മുതൽ ഇതാ പല രാജ്യങ്ങൾ സന്ദർശിച്ച് ഈ തിരുപ്പിറവിയുടെ ഈ സൗദി അറേബ്യയിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുവാൻ തക്കവിധം ഇതാ സാന്റ നമ്മോട് അത്രമാത്രം താല്പര്യം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് സ്നേഹോത്ഫുള്ളമായ രീതിയിൽ നമുക്ക് നമ്മുടെ ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കുന്ന സാന്റയെ നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും കൈകൾ പറ്റിക്കൊണ്ട് സാന്റയെ നമുക്ക് എതിരേൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ വാക്കിലെ അഭിനന്ദനം. ഇതിന്റെ പിന്നെ പ്രവർത്തിച്ച ഇവരെ അഭിനന്ദിക്കുകയും വികാരിച്ചതിന്റെ പേരിൽ ഇന്നത്തെ തിരുക്രമങ്ങൾ വളരെ മനോഹരമായി നിങ്ങൾ ഇന്നലെ തുടങ്ങി ഈ ആഴ്ച നിങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഈ മുന്നിൽ പ്രവർത്തിച്ചതിന്റെ നേതൃത്വത്തിൽ ഈ മുന്നിൽ പ്രവർത്തിച്ച ടീമംഗങ്ങളെ ഈ സൗദി അറേബ്യയുടെ മുഴുവൻ വിശ്വാസികളുടെ പേരിൽ ഒറ്റ വാക്കിന് കൃത്യമായി അഭിനന്ദിച്ചുകൊണ്ട് ക്രിസ്മസ് സന്ദേശം തരുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വളരെ സുപ്രധാനമായ ഒരു കാര്യവും കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കറിയാം, പപ്പയ്ക്ക് മലയാളത്തിൽ സംസാരിക്കുവാൻ അറിയില്ല. ആകയാൽ പപ്പ എന്താണ് ചെയ്തിരിക്കുന്നത്? പപ്പയുടെ ഏറ്റവും അടുത്ത ഇല്ലെങ്കിൽ ഒന്നാമത്തെ സെക്രട്ടറിയും മലയാളിയുമായ ജേക്കബ് തോമസിനെയാണ് ഇന്ന് ഈ ഭവനത്തിലേക്ക്, ഈ ഫാമിലേക്ക് നമുക്ക് ക്രിസ്മസ് സന്ദേശം നിങ്ങൾക്ക് പാപ്പയോട് സംസാരിക്കാം, പാപ്പയ്ക്ക് നിങ്ങളോട് സംസാരിക്കാം. നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനുണ്ട്, ചില സന്ദേശങ്ങൾ തരുവാനുണ്ട്. എന്തായാലും ഈ പാപ്പയ്ക്ക് നിങ്ങളോട് എന്തൊക്കെയാണ് സംസാരിക്കാനുള്ളത് എന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും പാപ്പയുടെ ഹൃദ്യമായ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ആദ്യമായി പാപ്പ നൽകുന്നു. ഞങ്ങൾ കുറേ ദിവസങ്ങളായി ഈ യാത്രയുമായി, ഈ സന്ദേശത്തിന്റെ യാത്രയുമായി പല രാജ്യങ്ങൾ കറങ്ങി വരികയാണ്. സൗദി അറേബ്യയിലെ മിഷൻ സെന്ററിന്റെ, സെന്റ് തോമസ് മിഷൻ സെന്ററിന്റെ പ്രത്യേക ക്ഷണം ആവശ്യമാണ്, ഇവിടെ പാപ്പയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പാപ്പ അതിന് തയ്യാറാവുകയാണ് ഉണ്ടായത്. ചൈന, ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യയിൽ കേരളം, അങ്ങനെ പല സ്ഥലങ്ങൾ കറങ്ങി ഞങ്ങൾ ഇപ്പൊ അവസാനം ജിസാനിൽ വന്ന് സോണിയത്തിനെ കാണുവാനിടയായി. പിന്നെ റിയാദിൽ വന്ന് ജോസഫിനെ കാണുവാനിടയായി. അവരുടെ എല്ലാം അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾ ദമാമിലേക്ക് ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളുടെ പിതാക്കന്മാർ നൽകിയിട്ടുണ്ടല്ലോ. അതിനോടൊപ്പം ഞാനും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ജീവിതം? ആനന്ദകരമല്ലേ?
ആനന്ദകരമായിരിക്കണം, എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം, ഈ പ്രസന്നമായ മുഖങ്ങൾ എപ്പോഴും കാണണമെന്നാണ് പാപ്പ ആവശ്യപ്പെടുന്നത്. എന്നും സന്തോഷം, ക്രിസ്മസിന്റെ സന്തോഷം എന്നും നിലനിൽക്കണം ഇതുപോലെ തന്നെ എന്നാണ് പാപ്പ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ അതിന് ഉത്തരം തരികയാണെങ്കിൽ, അതായത് കൃത്യമായ ഉത്തരം തരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും അതിന് കൃത്യമായ ഉത്തരം തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന മനോഹരമായ സമ്മാനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഉണ്ണിയേശുവിനെ കാണുവാനായി 3 രാജാക്കന്മാർ കടന്നു വന്നു. അവരുടെ പേരുകൾ കൃത്യമായി ആദ്യം ഒന്ന് പറയണം. അവർക്കായിരിക്കും സമ്മാനം. ആദ്യമായി ആ രാജാക്കന്മാരുടെ പേരുകൾ കൃത്യമായി പറയണം. ആരാണ് പെട്ടെന്ന് കൈവെക്കുക? വോളണ്ടിയേഴ്സ് അവർ പെട്ടെന്ന് നിങ്ങളെ വിളിക്കും. നിങ്ങൾ സമ്മാനം കറക്റ്റാണ്, ഉത്തരം കറക്റ്റാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് സമ്മാനം തരുന്നതായിരിക്കും. ഉണ്ണിയേശുവിനെ കാഴ്ചകളാണ് ആ സഹോദരി. സഹോദരി കടന്നു വരിക, കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ മനോഹരമായ ഒരു സമ്മാനം പാപ്പ നൽകുന്നതായിരിക്കും. ഉണ്ണിയേശുവിനെ ദർശിക്കുവാനായി കടന്നു വന്ന 3 രാജാക്കന്മാരുടെ പേരുകൾ കൃത്യമായി പറയണം. ഫസ്റ്റ് സഹോദരി നിങ്ങളെ പരിചയപ്പെടുന്നു. പേര്? ബെൽസറും കാസ്പറും ബെൽഖസറുമായിരുന്നു. അതിമനോഹരമായ ഒരു രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ കൃത്യമായ ആൻസർ പറയുകയാണ്, ഇതുപോലെ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. രണ്ടാമത്തെ ചോദ്യം പാപ്പ നിങ്ങളോട് ചോദിക്കും. ക്രിസ്മസ് ഐലൻഡ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ക്രിസ്മസ് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഒരു രാജ്യം, ഒരു സ്ഥലം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? മെൽവിൻ കുട്ടൻ കൈപൊക്കിയിരിക്കുകയാണ്. മെൽവിൻ കുട്ടന്റെ ആൻസർ ശ്രദ്ധിക്കാം. ആൻസർ കറക്റ്റ് അല്ല. കുട്ടൻ പറഞ്ഞിരിക്കുന്നത് ഫിൻലൻഡ് എന്നാണ്. ആൻസർ ശരിയല്ല. ഇനി ആർക്കെങ്കിലും അവന്റെ പേര് പ്രിജോ കുട്ടൻ പറയുകയാണ്. പ്രിജോ കുട്ടൻ ഓസ്ട്രേലിയ. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഓക്കെ, പ്രിജോ കുട്ടന് നമ്മുടെ ക്രിസ്മസ് പാപ്പ അതിമനോഹരമായ ഒരു സമ്മാനം കൊടുക്കുന്നതാണ്. ഒരു നല്ല ക്ലാപ്പോട്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ക്രിസ്മസ് ആശംസ കാർഡുകൾ ആദ്യമായി, ചോദ്യം വ്യക്തമായി കേൾക്കണം, ആദ്യമായി വിപണിയിൽ ഇറക്കിയ വർഷം നിങ്ങൾക്ക് കറക്റ്റ് അറിയാമെങ്കിൽ പറയുക. ക്രിസ്മസ് കാർഡുകൾ അല്ലെങ്കിൽ ആശംസ കാർഡുകൾ ആദ്യമായി, അതായത് വിൽപ്പനയ്ക്ക് വേണ്ടി മാർക്കറ്റിൽ ഇറക്കിയ വർഷം അറിയാമെങ്കിൽ നിങ്ങൾ കൈവക്കുക.
മോളുടെ പേര് അൽമ. അൽമ മോള് ആൻസർ പറയുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് ശ്രദ്ധിക്കാം കുട്ടിയുടെ ആൻസർ. ഏത് വർഷമാണെന്നാണ്? ഡിസംബർ എന്നല്ല. മോളുടെ ആൻസർ റോങ് ആണ്. ഇയർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കറക്റ്റ് പറയണം. ഇയർ ജോസഫ് കുട്ടനാണ്. നമുക്കറിയാമല്ലോ ജോസഫ് കുട്ടന്റെ ആൻസർ എന്താണെന്നറിയാം. അങ്ങനെ ആദ്യമായിട്ട് വന്ന കാർഡ് എന്താണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആദ്യമായിട്ട് 2011 കാർഡ് വന്നു. അതാണ് ഐ എം റിയലി സോറി. ഓക്കെ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ വേഗം കടന്നു വരിക. ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പോകും. ശ്രദ്ധിക്കാം. 1967 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഐ എം റിയലി സോറി. അരുണിന്റെ ആൻസർ നമുക്ക് ശ്രദ്ധിക്കാം. അവൻ 2001. ഓക്കെ, അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ പിടിക്കുകയാണ്. അതിന്റെ ആൻസർ 1000. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ 1843. വെരി ഗുഡ്. ആദ്യമായി വിപണിയിൽ ക്രിസ്മസ് കാർഡ് വിൽക്കാൻ തുടങ്ങുന്നത് ലാൽ സഹോദരനാണ്. കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ലാൽ സഹോദരൻ മനോഹരമായ ഒരു സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ 4ാമത്തെ ചോദ്യത്തിലേക്ക് അല്പം ബൈബിളിലേക്ക് കടന്നു പോവുകയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് കടന്നു പോവുകയാണ്. നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ എത്ര മഹാമാരികൾ ഈജിപ്തിന്മേൽ പിതാവായ ദൈവം അയച്ചു? ഫ്രെഡറിക്ക് കടന്നിരിക്കുകയാണ്. ഫ്രെഡറിക്ക് പറഞ്ഞിരിക്കുന്ന ആൻസർ 10 എണ്ണമാണ്. 10 മഹാമാരികൾ ഈജിപ്തിന്മേൽ പിതാവായ ദൈവം. വെരി കറക്റ്റ് ആൻസർ. വെരി ഗുഡ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സീറോ മലബാർ സഭയിൽ എത്ര രൂപതകളുണ്ട്? സീറോ മലബാർ സഭയിൽ എത്ര രൂപതകളുണ്ട്? നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് മധുരം ഭാരവാഹികളെടുത്ത് വരുന്നുണ്ട്. സീറോ മലബാർ സഭയിൽ എത്ര രൂപതകളുണ്ട്? ജോസഫിയായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ജോസഫിയായിട്ട് ആൻസർ 29.